ഡെയിലി ബ്ലോഗിലെ ടോപ്പ് 10 റിവ്യൂയിലേക്ക് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പുത്തൂറിയിൽ കരമടിയിൽപ്പെട്ട് വെള്ള ഉടമ്പൻ സ്രാവ് കടലിലേക്ക് വിടാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ ഒരു ന്യൂസ് ക്ലിപ്പ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ മനോരമ ന്യൂസ് നമ്മുടെ ആ ക്ലിപ്പ് കാണിച്ചു തരുന്നു. കുറെ പേർ ആ സ്രാവിനെ കരയിലേക്ക് അടുപ്പിക്കുന്നതാണോ അല്ല വെള്ളത്തിലേക്ക് അതിനെ രക്ഷപ്പെടുത്തുന്നതാണോ? ഒരു സ്രാവ് കരയിലേക്ക് പുത്തൂറിയൻ കരമടിയിൽപ്പെട്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറെ ആൾക്കാർ റിവ്യൂ കമന്റ്സ് ഒക്കെ കാണുന്നു. എന്താണ് ഇതിന്റെ സംഭവം? വ്യക്തമായ റിയാലിറ്റി ഒന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല. ഒരു സ്രാവ് തന്നെയാണ്, ഇതുവരെ കാണാത്ത ഒരു പാറ്റേണിലുള്ള ഒരു സ്രാവ് കരയിലേക്ക് കണ്ടന്റായ ഒരു സംഭവമാണ്. ഞാൻ രാവിലെ ഒരു കണ്ടന്റ് ഒന്നും തപ്പി കിട്ടാത്ത ഇങ്ങനെ നിന്ന് നോക്കുമ്പോൾ ഇതൊരു പ്രത്യേകമായി ഇന്നലെ നടന്നതാണ്, ഇന്ന് നടന്ന ആവശ്യമല്ല. അപ്പം വലിയൊരു സ്രാവിനെ കരയിൽ നിന്ന് ഉന്തുകയാണ്, അവിടെ കരയിലേക്ക് അടുപ്പിക്കുകയാണ്. കരയിലേക്ക് വിശ്രമിക്കാൻ വന്ന സ്രാവാണ്. അപ്പൊ നമുക്ക് ആ ക്ലിപ്പ് എന്താണ് ക്ലിപ്പ് നമ്മളെ വിശദീകരിക്കുന്നതെന്ന് നമുക്ക് നോക്കി തിരിച്ചു വരാം. അതല്ലേ നല്ലത്? അപ്പം സ്രാവുമായി ബന്ധപ്പെട്ട മനോരമ പുത്തൂറിൽ കരമടിയിൽപ്പെട്ട വെള്ളുടമ്പൻ സ്രാവിനെ പറ്റി മാധ്യമങ്ങൾ എന്താ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. കുറെ പേർ ഇതിന്റെ പിന്നിലുണ്ട്. ഇവർ ഇത് തള്ളുകയാണ്, നല്ല കരയിലേക്ക് അടുപ്പിക്കുകയാണ്, എന്താണെന്ന് അറിയില്ല, രക്ഷപ്പെടുത്തുകയാണെന്ന് തോന്നുന്നു. വലിയ സ്രാവാണ് കരയിലേക്ക് അടുങ്ങി. കളറൊക്കെ വലിയ നല്ല പാറ്റേൺ, നല്ല കാണാൻ രസമുണ്ട്. എന്താണ് അവർ വലയിൽ കുടുങ്ങിപ്പോയതാണ്. വലിയ വാലക്കുള്ള വലിയൊരു സ്രാവ് തന്നെയാണ്. ഊന്തുറക്കടപ്പ് ഇന്ന് ഇതുവരെ കേട്ടിട്ടില്ല, അങ്ങനെ ഒരു കടപ്പ് ഞാൻ കേട്ടിട്ടില്ല, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഊന്തറം കടപ്പുറത്താണ് ഇത് ഈ സംഭവം. കുറച്ച് കാറ്റും ഇതൊക്കെ ഉണ്ട്, അതുകൊണ്ട് എല്ലാവരും ശ്രമിക്കുക. കാരണം കാറ്റിനെ നമുക്ക് തടക്കാൻ പറ്റാത്തതുപോലെയാണ് പുഴകളെയും നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. അതുപോലെ കടലിന്റെ ആ ആരവം, വലിയൊരു ആരവത്വത്തോടെ സ്രാവിന്റെ മുകളിലേക്കൂടെ വെള്ളം പോയിക്കൊണ്ടിരിക്കും. ഞങ്ങളതിനെ എന്തുകയാണോ പിടിച്ച് വലിക്കുകയാണോ രണ്ടും നമുക്ക് വ്യക്തമല്ല. എന്നാലും കരയിലേക്ക് അടുക്കാനാണ് സാധ്യത എന്ന് നോക്കി പോകും. അതാണ് സംഭവം. ഉള്ളിലേക്കല്ല പോകുന്നു, കരയിലേക്ക് അടുക്കുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. മനോരമ ന്യൂസാണ് ഇത് നമ്മളെ മുന്നിൽ എത്തിച്ചത്. ഇതും ഒരു കോണ്ടന്റ് തന്നെയാണ്, രസകരമായ ഒരു കാര്യം കൂടി ആയതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകരെ ഷെയർ ചെയ്യാമെന്ന് കരുതിക്കൊണ്ട് കണ്ടന്റ് ബേസ്ഡ് ഉള്ളൊരു സാധനം നമുക്ക് നേരിട്ട് ഈ സ്രാവിനെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ വീഡിയോ, ഇത്രയും വലിയ മീൻ, ഇത്ര ഫിഷ് കരയിലേക്ക് പതിയുക എന്ന് പറയുന്നത് വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ്. ഈ പറയുന്ന പുത്തൂറിൽ കടപ്പുറത്ത് അടിയാനുള്ള കാരണം എന്താണ്, എന്തുകൊണ്ട് സംഭവിച്ചു, ഇതൊക്കെ ഒരു തോട്ടാണ്.
ആൾക്കാരെല്ലാം കൂടി നിൽക്കുക. എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. തള്ളുന്നത് പോലെ തന്നെ കരയിലേക്ക് അടുക്കാനല്ല പ്രാവിന് ശ്രമിക്കുന്നത്, തള്ളുകയാണ്. അപ്പോ എന്താണ് നമുക്കറിയില്ല. പൂന്താറയിൽ കരമടയിൽ പെട്ട് ഒരു സ്രാവാണ്. അപ്പൊ അത് രക്ഷപ്പെടുത്തുകയാണ്. നാട്ടുകാരും അവിടുത്തെ ആൾക്കാരും ആ മീനിനെ രക്ഷപ്പെടുത്തുകയാണ്, അല്ലാതെ ദ്രോഹിക്കുകയല്ല എന്ന ഒരു നല്ലൊരു വാർത്ത തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ചിലപ്പോ അതിന് വലിയ പരിക്ക് സംഭവിച്ച് കരയിൽ പറ്റിയതാവാം. എന്താണ് സംഭവം, അതിന് തിരിച്ചു പോവാനുള്ള പ്രയാസം ഉണ്ടാവാം. അതിനുവേണ്ടി നാട്ടുകാർ, ജനങ്ങൾ റെസ്ക്യൂവിൽ അതിനെ വളരെ പ്രയാസപ്പെട്ട് അതിനെ തിരിച്ചയക്കുക എന്ന ഒരു വലിയൊരു കാര്യമാണ് നമ്മൾ കാണാൻ പറ്റുന്നത്. അപ്പോ വ്യൂവേഴ്സ് എല്ലാവരും ഈ ഒരു സംഭവം കണ്ടിട്ടില്ലെങ്കിൽ കാണുക, ഷെയർ ചെയ്യുക. ഇതും ഒരു കോണ്ടന്റ് തന്നെയാണ്. അപ്പം യൂട്യൂബിൽ നമുക്കിത് കാണുമ്പോൾ മീഡിയ നമുക്ക് അത് അയച്ചു തരുന്നെങ്കിൽ അതും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കോണ്ടന്റ് തന്നെയാണ്. ഇത്രയും വലിയ സ്രാവ്, ഇത്രയും വലിയൊരു കളർ പാറ്റേൺ, വളരെ ഡിസൈനിലുള്ള വലിയൊരു സ്രാവ് എന്ന് പറഞ്ഞാൽ ഭീകരനാണ്, നിസ്സാരക്കാരനൊന്നുമല്ല. സ്രാവിനെ നമുക്കറിയാം. സ്രാവിന്റെ രീതിയൊക്കെ വളരെ ഭയാനകരമായ സ്രാവാണ്. പല്ലുകളൊക്കെ ഷാർപ്പാണ്. അപ്പോ വാലൊക്കെ വലിയ വലിയ നീളമുള്ളൊരു സ്രാവ് തന്നെയാണ്. അപ്പോ നമ്മുടെ കടലിലുള്ള ഓരോ മത്സ്യവും അവർ ലോകത്തെ പടച്ചിരിക്കുന്നവന്റെ അവരുടെ ഒരു പ്രത്യേകത രീതിയിൽ നമുക്ക് ലോകത്തെ മീനുകളെ നമുക്ക് കാണാൻ പറ്റും. അവർ വെള്ളത്തിൽ കളിക്കുന്ന കളികളും അവരുടെ രസങ്ങളും നമ്മൾ കാണാറുണ്ട്. മീനെന്നത് ഒരു പാഷനാണ്. മീന് നമുക്കൊരു ഇഷ്ടത്തോടെ ക്യാരി ചെയ്യുന്ന കൂട്ടത്തിലാണ് മലയാളികൾ എന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള രക്ഷപ്പെടുത്തുക എന്ന ഒരു ജനങ്ങളുടെ ബുദ്ധി അവർക്ക് കെയർഫുൾ ആക്കാതെ നല്ല ബുദ്ധിപരമായി അതിനെ ടേക്ക് കെയർ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ചില ഏരിയയിൽ ഒരു മീനെ കിട്ടിയ പെട്ടെന്ന് അത് ശാപ്പാടാക്കാം. അത് ആ ഒരു രീതി മാറ്റി അതിന് പരിക്കുകൾ സംഭവിച്ചപ്പോൾ അതിനെ അതിന്റെ റൂട്ടിലേക്ക് തിരികെ വിടാനാണ് ശ്രമിക്കുന്നത്. ആ ഒരു സംഭവത്തെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന ഒരു പർപ്പസിൽ പറയാൻ പറ്റും. അപ്പൊ ലോജിക്കുള്ള ഒരു തീരുമാനമാണ് എന്നത് പ്രേക്ഷകരെ നമുക്കും അറിയിക്കാൻ പറ്റും. ഇറ്റ്സ് റിയാലിറ്റി എന്നത് അത് വിശ്വസനീയമാണ്. അപ്പോ നിങ്ങളും കാണുക. ഈ കോണ്ടന്റ് ആരും ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഇന്നലെ നടന്ന ഒരു ന്യൂസാണ്. അപ്പോ ഇതൊന്ന് നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നുന്നു. ചെസ് പ്രൊഫഷൻ. അപ്പോ ഇതൊരു നമ്മുടെ കോണ്ടന്റിന്റെ ഒരു വേറെ ലെങ്താണ്.
നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ. നിങ്ങളുടെ ഇഷ്ടപരമായ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കോമൻസ്, നിങ്ങൾക്ക് എന്തും പറയാം, എന്തും നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് അഭ്യർത്ഥിക്കാം. അപ്പം ടോപ്പ് 10 റിവ്യൂ നിങ്ങളോടൊപ്പം പറയുന്നത് ഒരു സാമൂഹ്യപരമായ കാര്യം, പിന്നെ കുറച്ച് മലയാളം മൂവീസ് റിവ്യൂസ്, ആ ഒരു ടാക്കൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാം പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് ആഗ്രഹിക്കുന്നത് കാണിച്ചു തരാം. അപ്പം അതാണ് നമ്മളോട് ഈ ഒരു യൂട്യൂബ് ട്രാവലിങ്ങിൽ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ബൈ ഫോർ എവർ, താങ്ക്സ് ഫോർ വാച്ച്.